അന്വേഷണ ഉദ്യോഗസ്ഥരോട് ചോദിക്കുന്നുണ്ട്, ഈ സ്ഥാപനത്തിന് നടത്തിപ്പുകാരനായ PW5, അതായത് ലാൽ എന്ന് പറഞ്ഞാൽ ആൻഡ് ഹിസ് അസോസിയേറ്റ്സ്, അയാളുടെ കൂടെയുള്ളവരെല്ലാവരും കോഓപ്പറേറ്റഡ് വിത്ത് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ദിസ് കേസ് എഫക്റ്റീവ്ലി ഫ്രം ദ വെരി ഇൻസെപ്ഷൻ. അവരെല്ലാം വളരെ കാര്യമായി അന്വേഷണവുമായി സഹകരിച്ചിരുന്നു എന്നാണ് നിങ്ങളെ പ്രോസിക്യൂഷൻ അല്ലേ പറയുന്നത്. 2016 നവംബറിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നതെന്ന് യുവനടിയുടെ പരാതിയിൽ പറയുന്നു. നടനും സംവിധായകനുമായ ലാലിന്റെ മകൻ ജീൻ പോൾ ലാൽ ചിത്രം ഹണിബി 2-വിൽ അഭിനയിക്കുന്നതിനായി യുവനടി പനങ്ങാടുള്ള റമദ ഹോട്ടലിലെത്തി. ചിത്രത്തിൽ അഭിനയിച്ച ശേഷം പ്രതിഫലം ആവശ്യപ്പെട്ട നടിയോട് ലൈംഗിക ചുവയോടെ സംസാരിച്ചെന്നാണ് പരാതി. ഈ ഹണിബി സിനിമയായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത്. ഈ ദിലീപിന്റെ കേസും ഈ ഹണിബി സിനിമ നടന്നുകൊണ്ടിരുന്ന ഒരു സമയത്ത് തന്നെയാണ് നടന്നിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കണേ. അതായത് 2017 ജാനുവരി, ഫെബ്രുവരി തുടങ്ങിയ മാസങ്ങളെല്ലാം ഇതിന്റെ ഒരു ഘോഷയാത്രയും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും നടന്നിരിക്കുന്നത്. അവിടെ തന്നെ വേറൊരു ശാരീരിക പീഡനമല്ലാത്ത വെർബൽ പീഡനം നടന്നിരിക്കുന്നു. അതും ആ സമയത്ത് വലിയൊരു ന്യൂസ് ആയിരുന്നു. ഇരയുടെ പേരെന്തായാലും ഇതിനകത്ത് വ്യക്തമാക്കിയിട്ടില്ല. പുതുമുഖ നടിയെന്നാണ് ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നത്. ഞാൻ എല്ലാം ക്ലിയർ ആയിട്ട് ആ വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ, അന്നുണ്ടായ ന്യൂസ് ആ സമയത്ത്. ഇതിപ്പോൾ വലുതായിട്ടുള്ള ചർച്ചയും കാര്യങ്ങളൊന്നും ഇല്ല. എന്നാൽ പിന്നെ നിങ്ങളൊന്ന് കണ്ടു നോക്കാം എങ്ങനെയാണെന്നുള്ളത്. പിന്നെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ദിലീപിനെ വെറുതെ വിട്ടതിനെ തുടർന്ന് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ ഒരു ഹർജി വെക്കുകയും അത് അവർ പരിഗണിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ ദിലീപ് തെളിവ് നശിപ്പിച്ചു എന്ന് പറഞ്ഞൊരു കാര്യം പരിഗണനയിൽ എടുത്തുകൊണ്ട് അതിനകത്ത് ദിലീപിനെ പ്രതിയാക്കത്തക്ക രീതിയിലുള്ള പല കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു കേസ് വിധിക്കകത്ത് ചാപ്റ്റർ 40 നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ട് 1335 പേജിനകത്ത് ഈ തെളിവ് എന്ന് പറയുന്ന ഒരു സാധനം ദിലീപിന്റെ അനിയന്റെ ഫോണിൽ കണ്ടു എന്നായിരിക്കും ഒരു ആരോപണം വലുതായിട്ട് വരുന്നത്. അതായത് ദിലീപിന്റെ അനിയന്റെ ഫോണിൽ ഇത്തരത്തിലുള്ളൊരു വീഡിയോ ക്ലിപ്പ്, മെമ്മറി കാർഡിലെ 8 വീഡിയോ പറയുമല്ലോ, ആ 8 വീഡിയോയുടെ ക്ലിപ്പുകൾ കണ്ടു എന്നാര് ബാലചന്ദ്രൻ പറയുന്നു. 2022 ശേഷം ഈ സാധനം കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു. അതാണല്ലോ ഇപ്പൊ പരിഗണനയിൽ വന്നത്. എങ്ങനെയാണ് ദിലീപിന്റെ അനിയന്റെ കയ്യിൽ ഈ ഒരു വീഡിയോ ക്ലിപ്പ് വരുന്നു? അത് വീഡിയോ ക്ലിപ്പ് അല്ല, അത് പ്രോപ്പറായിട്ട് ആ കേസ് ഫയല് അതിന് വിധി വന്നതിന് ശേഷമുള്ള റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് വ്യക്തമായിട്ട് മനസ്സിലാവും. ഈ ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ട് അതിനകത്ത് പരാമർശിക്കുന്നത് 40 മാറ്റേഴ്സ് റിഗാർഡിംഗ് ദ വിഷ്വൽസ്. വീഡിയോ റിഗാർഡിംഗ് എന്നല്ല, മാറ്റേഴ്സ്, അതായത് വീഡിയോക്കുള്ളിലെ മാറ്റേഴ്സ്. അത് ഞാൻ വ്യക്തമാക്കി തരാം എന്തുവാണെന്നുള്ളത്. മാറ്റേഴ്സ് റിഗാർഡിംഗ് ദ വിഷ്വൽസ് ഓഫ് വെർബറ്റൈം ഫൗണ്ട് ഇൻ ദ മൊബൈൽ ഫോൺ ഓഫ് PW 182 എന്ന് പറയുന്നത് ദിലീപിന്റെ അനിയനായിട്ടുള്ള വ്യക്തി അനൂപിന്റെ ഫോണിൽ നിന്നും ഇത് കണ്ടുപിടിച്ചതിനെ തുടർന്ന് അത് വ്യക്തമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ 1335 പേജിൽ സെക്കൻഡ് പാരഗ്രാഫിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് വ്യക്തമായിട്ട് മനസ്സിലാവും. ദ എൻറ്റയർ ഡീറ്റെയിൽസ് ഇൻ ദ ഇമേജ് വെയർ ടൈപ്പ് റിട്ടേൺ, അതായത് എഴുതി ബൈ ദ ടൈപ്പിസ്റ്റ് ഓഫ് ദെയർ ഓഫീസ്. ഷീ ഓൾസോ സ്റ്റാർട്ടഡ് ദാറ്റ് അഡ്വക്കേറ്റ്സ് ശ്രീ B. രാമൻ പിള്ളൈ, ശ്രീ ഫിലിപ്പ് V. വോഗീസ് along with accused number 8 inspected the contents of visuals at the Judicial First Class Magistrate Court, Angamali, and Advocate Philip prepared the transcript of the visuals. അതായത് ഈ വിഷ്വൽസ് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് അതേ വർഷം തന്നെ 2017 12 മാസത്തോടുകൂടി 12 മാസം 15 കൂടി തന്നെ ഈ വിഷ്വൽസ് കാണണമെന്ന് പറഞ്ഞ് കോടതിയിൽ ഒരു അപ്പീൽ കൊടുക്കുകയും തുടർന്ന് അപ്പോഴത്തെ മജിസ്ട്രേറ്റും പിന്നെ ഈ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുള്ള AAP അസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രോസിക്യൂട്ടറും ദിലീപിന്റെ 2 അഡ്വക്കേറ്റ്സും ആയിട്ടുള്ള രാമചന്ദ്രൻ പിള്ളയും ഫിലിപ്പും ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഈ വിഷ്വൽസ് എന്താണെന്ന് കാണുന്നത്. അത് ആ സാധനം, ആ വിഷ്വൽസ് കണ്ട സാധനം ഇതിനകത്ത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ആര് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടെന്ന്? ഫിലിപ്പ്, അതായത് ഈ രാമൻ പിള്ളയുടെ ജൂനിയർ ആയിട്ടുള്ള അസിസ്റ്റന്റ് ആയിട്ടുള്ള വ്യക്തി ഇത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുന്നത്. അതായത് ആ വിഷ്വലി കാണുന്ന കാര്യം എന്താണെന്നുള്ളത് ഒരു നോട്ടിൽ ടൈപ്പ് ചെയ്ത് എഴുതി വെക്കുന്നു. ഈ 8 ക്ലിപ്സ് എന്താണെന്നുള്ളത് നോട്ടിൽ ടൈപ്പ് ചെയ്ത് എഴുതി വെക്കുന്നു. ഈ എഴുതി വെക്കുന്ന സാധനമാണ് അതേ മാസം 30 ആ ഫിലിപ്പിന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഇതിനകത്ത് പരാമർശിക്കുന്നത് DW3 ഈ ഫിലിപ്പിന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള വ്യക്തിക്ക് അത് ഹാൻഡ് ഓവർ ചെയ്യുകയും ആ സാധനം ഈ 8 വീഡിയോയുടെ സാധനം, വീഡിയോയ്ക്കുള്ളിലെ കോണ്ടന്റ് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് എഴുതി വെക്കുന്ന സാധനത്തിന്റെ ഫോട്ടോയാണ്, അതായത് ഈ ദിലീപിന്റെ അനിയൻ അനൂപ് എന്ന് പറഞ്ഞ ആളുടെ ഫോണിൽ കണ്ടത്. അത് കൃത്യമായിട്ട് ആ പേപ്പർ, ആ എഴുതിയ പേപ്പർ, അതായത് ഇവരുടെ ഓഫീസിൽ കൊണ്ടുവരുമല്ലോ ഈ സാധനം, എന്താണ് എഴുതിയതുള്ളവർക്ക് കേസിന് ആസ്പദമായ സാധനമല്ലേ, ആ എഴുതിയ നോട്ട്, എന്താണ് ആ വീഡിയോയിൽ കണ്ടതെന്നുള്ള കാര്യം, ആ നോട്ടാണ് ഈ വീഡിയോയ്ക്കകത്ത് എടുക്കുന്നത്, അതായത് ഫോട്ടോയ്ക്കകത്ത് എടുക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കേ, ഈ ഫോട്ടോ എടുത്ത സാധനത്തിനെ കുറിച്ചാണ് ബാലചന്ദ്രൻ പറയുന്നത് ഇത് ഫോണിനകത്ത് കണ്ടു എന്ന് പറയുന്ന ഒരു കാര്യം. അതാണ് ഈ സാധനം അവിടെ നിലനിൽക്കാഞ്ഞത്, കൈവിട്ട് പോയത്. ഇനി ബാലചന്ദ്രൻ പറയുന്ന 2 മൊഴിയുണ്ട്. അതായത് ഈ
ഇതേ വർഷം, അതായത് ഇത് നടന്നതെന്ന 17/2/2017 ആ 22/2/2017 ഈ സാധനം കാവ്യ മാധവന്റെ ഷോപ്പിൽ കൊണ്ട് ഈ സാധനം കൊടുക്കുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അപ്പം ഈ വിഷ്വല് കണ്ട ദിലീപ് എന്തിനു വേണ്ടിയിട്ടാണ് വീണ്ടും ഒരു 8-9 മാസം വെയിറ്റ് ചെയ്തിരുന്ന് ഹർജി കൊടുത്ത് ഈ വിഷ്വൽ ഒന്നുകൂടെ കാണേണ്ട സാഹചര്യം ഉണ്ടാക്കിയെടുത്തത്? അപ്പൊ അതിനകത്ത് ജെനുവിനിറ്റി ആരുടെ സൈഡിലായിരിക്കും? ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സൈഡിൽ തന്നെ ആയിരിക്കുമല്ലോ. ആ സാധനം എന്താണെന്നോ അതിനെക്കുറിച്ചൊരു നോട്ട് എന്താണെന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് അത് കാണിച്ചു തരാം. 820 പാരഗ്രാഫിലാണ് ഈ പറയുന്നത്. അതായത് ഇതിന്റെ തുടർച്ചയായിട്ട് അങ്ങനെ നൽകിയ മൊഴിയിലാണ് ബാലേന്ദ്രകുമാർ ആദ്യം പറയുന്നത് ദിലീപ് കുടുംബസമേതം ഈ ദൃശ്യങ്ങൾ വീട്ടിലിട്ട് കണ്ടു എന്ന് പറയുന്നത്. പക്ഷേ അതിന് യാതൊരു തെളിവും അയാൾക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം തന്നെ കോടതി ചോദിക്കുന്നുണ്ട്, നടിയെ ആക്രമിച്ച സംഭവത്തിന് തൊട്ടു പിന്നാലെ പൾസർ സുനി ഈ ദൃശ്യങ്ങൾ ലക്ഷ്യയിൽ കാവ്യ മാധവന്റെ കടയെ ലക്ഷ്യയിൽ എത്തിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് 22/2/2017 അതായത് 2017 ഫെബ്രുവരി മാസം തന്നെ ദിലീപിന്റെ വീട്ടിൽ ഈ ദൃശ്യങ്ങൾ നിങ്ങൾ പ്രോസിക്യൂഷൻ പറയുന്ന പ്രകാരം തന്നെ എത്തിയിരുന്നുവെങ്കിൽ പിന്നെ എന്തിന് 11-ാം മാസം ഇവരെ ദിലീപ് കാത്തിരുന്നിട്ട് ഈ ബാലേന്ദ്രകുമാറിന്റെ സാന്നിധ്യത്തിൽ ഇത് കുടുംബസമേതം കാണാനും പോയി എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് അന്ന് ബാലേന്ദ്രകുമാറിന്റെ മൊഴിയിൽ പറഞ്ഞ ദിലീപ് വളരെ അത് ജെന്യുവൻ ആയിട്ട് ഈ ഒരു കാര്യം കേൾക്കുന്നവർക്ക് മനസ്സിലാക്കുന്ന കോമൺ സെൻസ് വെച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒരു തവണ കണ്ട ഒരു വ്യക്തി വീണ്ടും ഇത് ഹർജി കൊടുത്തിരുന്ന് കാണേണ്ട ഒരു ആവശ്യം എന്തായിരിക്കും? ഈ ഹർജി കൊടുത്ത് കാണാൻ വന്നപ്പോഴത്തേക്കിനുള്ള കാര്യം നിങ്ങളൊന്ന് കേൾക്കണം. ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി, അതായത് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് വളരെ കുറവായതുകൊണ്ട് അത് ഹൈ ചെയ്യാനായിട്ട് എറണാകുളത്തുള്ള ഒരു സ്റ്റുഡിയോയിൽ കേട്ടുന്നത്. അത് ആരുടെ സ്റ്റുഡിയോ? ലാൽ അസോസിയേഷൻ. എന്തോ ഈ നടക്കുന്നേ? ഇത് വ്യക്തമായ ഒരു കുക്ക്ഡപ്പ് സ്റ്റോറി ആണെന്നുള്ളത് ഈ സാധനത്തിൽ കൂടെ വ്യക്തമാണ്. ഇത്രയും തെളിവുകൾ ഈ ദിലീപിന് അനുകൂലമായിട്ട് നിൽക്കുമ്പം, അല്ലെങ്കിൽ ദിലീപ് ഇതിനകത്ത് ഇൻവോൾവ് അല്ല, ദിലീപ് എന്ന് പറഞ്ഞൊരു വ്യക്തിയെ ഇതിനകത്ത് കൃത്യമായിട്ട് പോർട്രേറ്റ് ചെയ്ത് ഒരു ക്രിമിനലാക്കി ഇതിനകത്ത് ഒരു ഇരയാക്കി പിടിച്ച് അകത്ത് കയറ്റി ഇരുത്തി, അത് വ്യക്തമായിട്ട് ഇത് കാണുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം. ബാക്കിയോട് നോക്കാം. ആകാംക്ഷയോടെ എല്ലാവരും കാത്തിരുന്ന് ദിലീപും ഈ ദൃശ്യങ്ങൾക്കായി ബാലേന്ദ്രകുമാർ ഉള്ളപ്പോൾ വീട്ടിൽ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ A15 ഇതിൽ പിന്നീട് പ്രതി ചേർക്കപ്പെട്ട ശരത് എന്ന് പറഞ്ഞ സാക്ഷിയാണ് ഈ ദൃശ്യങ്ങളുമായി വരുന്നു. അവരൊരുമിച്ചിരുന്ന് കാണാൻ പോകുന്നു കുടുംബസമേതം. അപ്പോൾ ബാലേന്ദ്രകുമാർ അടുത്ത് കാണുന്നു എന്ന് ചോദിക്കുന്നു. എന്താണെന്ന് ചോദിക്കുമ്പോൾ പൾസർ സുനിയുടെ ക്രൂരകൃത്യങ്ങൾ എന്ന് പറയുന്നു. പറഞ്ഞ് ദിലീപ് അതിരുന്ന് കാണുന്നു. ഇദ്ദേഹം ബാലേന്ദ്രകുമാർ ഞാൻ കാണാൻ കൂട്ടാക്കിയില്ല എന്നാണ് ബാലേന്ദ്രകുമാർ പറയുന്നത്. പക്ഷേ അവിടെ നിന്ന് ചില ദൃശ്യങ്ങൾ, ചില ശബ്ദങ്ങൾ ഞാൻ കേട്ടു. ഈ ദൃശ്യങ്ങളിലുള്ളതുപോലെ സോറി എന്ന് പറയുന്ന ഒരു പുരുഷന്റെ ശബ്ദം ഞാൻ ആദ്യം കേട്ടു. അത് യഥാർത്ഥ കേസിൽ പറയുന്നത് പോലെ പൾസർ സുനി വാഹനത്തിലേക്ക് കയറുമ്പോൾ നടിയോട് സോറി പറഞ്ഞ് ഇത് മറ്റൊരാളുടെ കൊട്ടേഷൻ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ ആ ഭാഗമാണ് ബാലേന്ദ്രകുമാർ എടുത്ത് പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയെല്ലാം ഈ വിഷ്വല് കാണാതെ ഓഡിയോ മാത്രം കേട്ടിട്ട് അത് വ്യക്തമായിട്ട് ഇതിനകത്തുള്ള കാര്യമാണെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ മരിച്ചുപോയ അദ്ദേഹം, ഈ ബാലേന്ദ്രകുമാർ എന്ന് പറയുന്ന വ്യക്തി ഈ വിഷ്വലൊക്കെ നല്ല രീതിയിൽ കണ്ട് ഗ്രാഹിയാക്കി എടുത്തിട്ടായിരിക്കുമല്ലോ ഇതിനെക്കുറിച്ച് ഒരു ക്ലാരിഫിക്കേഷൻ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു സോറി കേട്ടപ്പം ഇത് ഈ സോറിയോട് സമാനമായിട്ടുള്ള അതേ സൗണ്ട് തന്നെയാണ് ഇവിടെ കേട്ടതെന്നൊക്കെ പറയാനായിട്ട് ഒരു മനുഷ്യനെ ഇല്ലാതാക്കാനും ഏതൊക്കെ വഴിയിൽ നിന്നാണ് തെളിവുകൾ സംഘടിപ്പിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടായിക്കൊണ്ട് വരുന്ന സാധനങ്ങളൊന്നും ആലോചിച്ച് നോക്കണേ. ഇതിട്ട് കണ്ടു എന്ന് പറയുന്ന ബാലേന്ദ്രകുമാർ അതിനൊപ്പമാണ് പറയുന്നത്, ഹി ഓൾസോ സ്റ്റേറ്റഡ് ദാറ്റ് ദ വോയിസ് ഇൻ ദ വീഡിയോ വാസ് ആംപ്ലിഫൈഡ് അറ്റ് ലാൽ മീഡിയ എന്ന് പറയുന്നത്. നമുക്കറിയാം എറണാകുളത്തുള്ള നടന നിർമ്മാതാവുമായ ലാലിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ് ഈ ലാൽ മീഡിയ എഡിറ്റിംഗ് സ്റ്റുഡിയോ ആണ്. അവിടെ ഇതിൻ്റെ ഓഡിയോ ആംപ്ലിഫൈ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. കാരണം ഓഡിയോ വളരെ ഫീബിൾ ആയിരുന്നു, വളരെ ലെവലിൽ താന്നായിരുന്നു ഓഡിയോ ഇരുന്നത്. അത് ഓഡിയോ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി, ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി അവിടെ എത്തിച്ചു എന്നാണ് PW222 ബാലേന്ദ്രകുമാർ പറയുന്നത്. അതിൽ അന്വേഷണ ഉദ്യോഗസ്ഥനോട് കോടതി ചോദിക്കുന്നുണ്ട്. പക്ഷേ അത് ഈ ബാലേന്ദ്രകുമാർ ഈ മൊഴിയുടെ മേൽ അന്വേഷണം നടത്തിയിട്ടില്ല എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പലസ് കോടതിയിൽ പറയുന്നത്. തീർച്ചയായിട്ടും അത് അങ്ങനെ ഒരു പരിപാടി ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഇരയുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന വേട്ടക്കാരനുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും ക്ലോസ് ആയിട്ട് ഈ കാര്യങ്ങളിൽ ഇൻവോൾവ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി, ഈ വ്യക്തിയുടെ, അതായത് ഈ ലാൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ഷൂട്ടിങ്ങിന്റെ ആവശ്യത്തിനായിട്ടാണ് വന്നതെന്ന് ലാൽ പറയുന്നുണ്ട്. പക്ഷേ എരയുടെ മൊഴി പ്രകാരം ഷൂട്ടിങ്ങിന്റെ ആവശ്യത്തിനാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ലാലിന്റെ മൊഴി പ്രകാരം ഷൂട്ടിന്റെ ആവശ്യങ്ങൾക്കല്ല, നെമ്പ്യാ നമ്പീരുടെ ആവശ്യത്തിനാണ് വരുന്നതെന്ന് പറയുന്നുണ്ട്. ഇതിന് മുമ്പ് ഒരു അറ്റംപ്റ്റ് ഗോവയിൽ വെച്ച് 4-5 തീയതി ഷൂട്ടിംഗ് നടക്കുന്നതിന് തൊട്ട് ദിവസം മുമ്പ് 3-ാം തീയതി നടത്തിയെന്ന് പറയുന്നു. എവിടൊക്കെ തിരിഞ്ഞു നോക്കിയാലും ഇല്ല ചുക്കുള്ളത് കഷായം ഇല്ല എന്ന് പറയുന്ന അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ. ആ പറയുന്നത് പോലെ തന്നെ ലാൽ എവിടെ നിന്നൊക്കെ തിരിഞ്ഞു പോയാലും ലാൽ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ പേരിനകത്ത് വരുന്നുണ്ട്. ലാൽ പ്രൊഡക്ഷനകത്ത് ഈ സാധനം കൊണ്ടുവന്നിട്ട് സൗണ്ട് എൻഹാൻസ് ചെയ്ത്, അത് ഇത്രയും വലിയൊരു തെളിവ്, ഇതുമായിട്ട് ഇത്രയും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സാധനം. അപ്പൊ ഇങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഇത് എൻഹാൻസ് ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ ഒരു വാലിഡിറ്റി, അതിന്റെ ഒരു വാല്യൂ എന്തുവാ എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനെ തുടർന്ന് അന്വേഷണം വരാത്തതിന്റെ കാര്യം എന്തുവാ? വ്യക്തമായ കുക്ക്ഡപ്പ് സ്റ്റോറി ആണെന്നും ഇതിനകത്ത് ഒരാളെ പഴി ചേർക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഇവിടുന്ന് ഓടി നടന്ന് കുറെ തെളിവുകൾ, അതായത് തുമ്പും വാലും ഇല്ലാതെ എന്തൊക്കെയോ ഉണ്ട് എന്ന രീതിയിൽ കുറച്ച് സാധനങ്ങൾ സ്വരുക്കൂട്ടിയെടുത്ത്, പക്ഷേ ഈ സ്വരുക്കൂട്ടിയെടുത്ത സാധനങ്ങൾക്ക് വ്യക്തത ഇല്ലാത്തതിനാൽ കോടതിയിൽ നിലനിൽക്കുന്നില്ല.
അത്രയാണ് എനിക്കിത് കാണുമ്പോൾ മനസ്സിലാവുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് രൂപേണ രേഖപ്പെടുത്താവും. ഓക്കെ, അപ്പൊ ഹൈപ്പ് കൊടുക്കാനുള്ളവരല്ല ഈ വീഡിയോയ്ക്ക് വ്യക്തമായിട്ട് ഹൈപ്പ് കൊടുത്തോണം. കഴിഞ്ഞ ദിവസം ഞാൻ ഹൈപ്പ് ഇട്ടിട്ടില്ല, വീഡിയോ ഇട്ടിട്ടില്ല, കാരണം കൊടൈക്കനല്ല അതുകൊണ്ട് പുതിയ ജാക്കറ്റ് ഒക്കെ ഇട്ടിരുന്ന് വീഡിയോ ചെയ്യേണ്ട അവസ്ഥ വന്നു. തണുപ്പടിച്ച് നിൽക്കാൻ വയ്യ. ഉള്ള കാര്യം പറയാം, കൊടൈക്കനാലോട്ട് ആരെങ്കിലും വരുന്നെങ്കിൽ നല്ല കോട്ടിനകത്തൊരു ഷർട്ട്, വീണ്ടും ഒരു 2 ടീഷർട്ട് ഇട്ടാലും ഒരു കുഴപ്പമില്ല. ഗ്ലൗസ് ചെവിയിലും വായിലും ഒക്കെ വെക്കാനുള്ള എന്തെങ്കിലുമൊക്കെ കുത്തി കയറ്റിട്ട് ഇങ്ങോട്ട് വരാവൂ. ഈവനിങ്ങോട് കൂടി അടാറ് തണുപ്പെന്ന് വെച്ചാൽ എന്നെ കൊണ്ട് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. ആ രീതിയിലേക്ക് നിന്ന് അടിച്ചുകൊണ്ടിരിക്കുക. PW 261 admitted that no investigation is conducted about this alleged amplifying a voice at Lal Media Studio എന്നാണ് പറയുന്നത്. ഇതെന്തൊരു കഷ്ടമാണിത്. ഇത്ര കൃത്യമായൊരു മൊഴി, അതായത് പ്രോസിക്യൂഷൻ ഏറ്റവും അധികം ആശ്രയിക്കുന്ന സാക്ഷിയാണ് ബാലേന്ദ്രകുമാർ. അയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ 2ാം ഘട്ടത്തിലെ കേസ് കെട്ടിപ്പൊക്കി ദിലീപിനെതിരെയുള്ള കുറ്റപത്രം കൂടുതൽ സ്ട്രോങ് ആക്കി അവതരിപ്പിച്ച് ഇത്തരം ഗുരുതരമായ ദൃശ്യങ്ങൾ ദിലീപിന്റെ കയ്യിൽ എത്തിപ്പെട്ടു എന്ന ഗുരുതരമായ ആരോപണങ്ങൾ എല്ലാം ദിലീപിന്റെ മേൽ ഉണ്ടായത് അങ്ങനെയാണ്. അപ്പോൾ അതേ സാക്ഷി പറയുന്ന മൊഴിയിൽ ഒരു ഭാഗമാണിത്. പക്ഷെ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് തുടർച്ചയായിട്ട് കോടതി ചോദിക്കുന്നുണ്ട്, അന്വേഷണ ഉദ്യോഗസ്ഥനോട് ചോദിക്കുന്നുണ്ട്, ഈ സ്ഥാപനത്തിന് നടത്തിപ്പുകാരനായ PW5, അതായത് ലാൽ എന്ന് പറഞ്ഞാൽ ആൻഡ് ഹിസ് അസോസിയേറ്റ്സ്, അയാളുടെ കൂടെയുള്ളവരെല്ലാവരും കോഓപ്പറേറ്റഡ് വിത്ത് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ദിസ് കേസ് എഫക്റ്റീവ്ലി ഫ്രം ദ വെരി ഇൻസെപ്ഷൻ. അവരെല്ലാം വളരെ കാര്യമായി അന്വേഷണവുമായി സഹകരിച്ചിരുന്നു എന്ന് നിങ്ങൾ പ്രോസിക്യൂഷൻ അല്ലേ പറയുന്നത്. എന്നിട്ടും പിന്നെ എന്താണ് അവരോട് ഇതിനെക്കുറിച്ച് ചോദിക്കാത്തത്? വളരെ ന്യായമായ ഒരു ചോദ്യമല്ലേ അത്? ഇത് വ്യക്തമായിട്ട് ഇതിനൊരു അന്വേഷണം, ഇങ്ങനെ ഒരു വീഡിയോ അവിടെ വന്നിട്ടുണ്ടോ, ഇത് ചെയ്തിട്ടുണ്ടോ എന്നെല്ലാം തീരുമാനിക്കേണ്ട കാര്യമല്ലേ. അത് എന്തിനു ചെയ്തു, അതിന്റെ പിന്നിൽ എന്താ മോട്ടീവ് എന്താണ് വ്യക്തമായിട്ട് നോക്കണം. കാരണം ദിലീപ് എന്ന് പറഞ്ഞൊരു വ്യക്തിക്കെതിരെ ഇത്രയും വലിയൊരു കേസ് വീണ്ടും സ്ട്രോങ് ആയിട്ട് വരാനുള്ള കാരണം ഈ ബാലചന്ദ്രന്റെ മൊഴിയാണ്. ആ മൊഴി എന്ന് പറയുന്നത് ഈ ലാൽ പ്രൊഡക്ഷനിൽ കൊണ്ടുവന്ന് ഈ ഓഡിയോ എൻഹാൻസ് ചെയ്ത് സൗണ്ടിന്റെ ക്വാളിറ്റി കൂട്ടി വലുതാക്കി ഈ സാധനമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ കൊണ്ടുവന്നപ്പോൾ അവിടെ അത് ചെയ്യാനുള്ള മോട്ടീവ് എന്താണ്, അവിടെ എങ്ങനെയാണ് ചെയ്തത്, ഇത് അവർക്ക് എങ്ങനെ കിട്ടി, എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ ഇതിന്റെ പിന്നിൽ കിടക്കുന്നത്. ഈ സാധനങ്ങളൊന്നും നോക്കാതെ, തിരിഞ്ഞു നോക്കാതെ ഒരു ക്ലിപ്പ് കിട്ടി, ഓക്കെ ഇത് ദിലീപിനെതിരെയുള്ള സാധനം എടുത്തങ്ങ് അടിക്കുക അല്ലേ. ചില വ്യക്തികൾ തുമ്പും പാലും ഇല്ലാതെ ന്യൂസ് കൊടുക്കുന്ന നടക്കുക. സാധനം കിട്ടി, എന്നാൽ കിട്ടി, സാധനം നമ്മുടെ കിട്ടി, അതങ്ങോട്ട് അടിച്ചേക്കുക. പക്ഷെ ഇത് കോടതി നിലനിൽക്കത്തില്ലല്ലോ. ഇങ്ങനെയുള്ള ഒരുപാട് ഫോൾട്ട് അല്ലെങ്കിൽ ഫോളിസ് തെളിവുകളൊക്കെ കൊണ്ടുവന്നത് കൊണ്ടാണ് ദിലീപ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് മേളിലേക്ക് ഇത് കൊണ്ടുവരാൻ പറ്റാഞ്ഞത്. ഇനിയിപ്പോൾ ഹൈക്കോടതിയിലിട്ട് ഹർജിയിട്ടൊക്കെ കൊണ്ടുവന്നുണ്ട്. ഈ കൊണ്ടുവന്നതിനകത്ത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. പലരുടെയും വീഡിയോ ഉണ്ടായിരുന്നു, തെളിവുകൾ നശിപ്പിക്കുന്നു, തെളിവുകൾ ഇതൊക്കെയാണ്, മറ്റേതാണ്, അനൂപിന്റെ ഫോണിൽ തെളിവ് കണ്ടു എന്ന്. ഇത്രേ ഉള്ളൂ തെളിവ്. ഈ തെളിവുകളാണ് കണ്ടത്. അത് വക്കീൽ, അഡ്വക്കേറ്റ്, ഈ വിഷ്വൽ കണ്ട അഡ്വക്കേറ്റ് പേപ്പറിൽ എഴുതി കുത്തിയെടുത്ത തെളിവുകൾ അവരുടെ അസോസിയേറ്റ്സിൽ പോകുമ്പോഴത്തേക്കിന് ഇവർക്ക് വാദിച്ച് ജയിക്കണ്ടേ. അപ്പൊ അതിനകത്ത് വന്നുള്ള തെളിവുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആ സാധനങ്ങൾ ഫോട്ടോ എടുത്ത് വെക്കുന്നു. അതിനകത്ത് എന്താ കുഴപ്പം? അത് വിഷ്വൽ അല്ലല്ലോ, വിഷ്വൽ പേപ്പറിൽ സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതിയ സാധനമല്ലേ, വിഷ്വൽ ട്രാൻസ്ക്രിപ്ഷനോ അങ്ങനെ കണ്ടാന്ന് തോന്നുന്നു അതിന് പറയുന്നു. ഇതൊക്കെയാണ് തെളിവുകളാണെന്ന് പറഞ്ഞെടുത്ത് വെച്ചോണ്ടിരിക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ആ ഒരു സമയത്ത് ഇതേ രീതിയിൽ ഒരു ലൈംഗിക ചവയോടുകൂടി സംസാരിച്ചിട്ടുണ്ട് എന്ന രീതിയിൽ ഒരു കേസും ലാലിന്റെ മകനും ശ്രീനാഥ് ബാസിക്കും എതിരെ വന്നിട്ടുണ്ട്. അതും ആ മാസം ഈ ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ട് തന്നെ. എന്തായാലും കൊള്ളാം. ഈ കേസ് ഇനി രണ്ടാമതും കുത്തിപ്പൊക്കിയെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴത്തേന് അവസാനം കൂടെ നിന്ന ഒരു പ്രതിയാവുന്ന രീതിയിലേക്കാണ് വരുന്നതെന്നാണ് ഈ കേസിന്റെ പല ഭാഗങ്ങൾ കാണുമ്പോഴും എടുക്കുമ്പോഴും ഇതിനകത്തേക്ക് പല വീഡിയോസ് നമ്മൾ ചെയ്യുമ്പോഴും നമുക്ക് തോന്നുന്ന ഒരു കാര്യം. എന്തായാലും കണ്ടറിയാം.